ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ തന്നെ ഒരു കമ്പാരിസൺ ആണ്. അവരെങ്ങനെയാണ് ഇപ്പോൾ പുറമേ നിങ്ങളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്, അത് തന്നെയാണോ അവരുടെ മനസ്സിനകത്തുള്ളത് എന്നാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പുറമേ ചിലപ്പോൾ നോ കോൺടാക്റ്റിലുള്ളവരായിരിക്കാം, ലെസ് കോൺടാക്റ്റ് ആയിരിക്കാം, മിങ്കിൾ ചെയ്ത് പോകുന്നവരായിരിക്കാം, എന്ത് എനർജിയാണ് വരാൻ പോകുന്നതെന്ന് അറിയില്ല. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർ ബിഹേവ് ചെയ്യുന്ന അതേ കാര്യം തന്നെയാണോ അല്ലെങ്കിൽ അതേ എനർജി തന്നെയാണോ അവരുടെ മനസ്സിനകത്തും നിങ്ങളെക്കുറിച്ചുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കാം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. കറൻലി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അവരുടെ ഇപ്പോഴത്തെ ഒരു ബിഹേവിയർ എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അധികം കാർഡ്സ് എടുക്കുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് ഒരു 2 കാർഡ്സ് കൂടെ എടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു സ്പ്രെഡ് എടുക്കുന്നതിന് മുൻപ് പറഞ്ഞ കാര്യമാണ്, ഇങ്ങനെയുള്ളവരുടെ എനർജീസാണ് കയറി വരാൻ പോകുന്നതെന്ന് അറിയില്ല. അല്ലെങ്കിൽ നോ കോൺടാക്റ്റ് ആയിരിക്കാം, ലെസ് കോൺടാക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മിങ്കിൾ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം എന്നുള്ളത്. പക്ഷേ ആ ഒരു നോ കോൺടാക്റ്റ് എനർജി വളരെ കയറി നിൽക്കുന്നുണ്ട് നമുക്ക്. എന്തായാലും വളരെ കാര്യമായിട്ട് മിങ്കിൾ ചെയ്ത് പോകുന്ന ആൾക്കാരായിരിക്കണം എന്നില്ല. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു റീഡിങ്ങിനകത്തൊക്കെ നോ കോൺടാക്റ്റ് എനർജി വളരെ കയറി നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ എനർജീസാണ് നമുക്ക് കൂടുതലും കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ നമ്മളുടെ വ്യൂവേഴ്സ് കൂടുതലും അങ്ങനെയുള്ളവരായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഒരു മാസീവ് എനർജി അങ്ങനെയുള്ളതുകൊണ്ടായിരിക്കും നമുക്ക് കൂടുതലും കാർഡ്സ് എടുക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരായിരിക്കാം കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നത് നമ്മളായിട്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടല്ലോ. അപ്പോൾ കൂടുതൽ അങ്ങനെയുള്ളവരായിരിക്കും കമൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഡയറക്റ്റ്ലി വന്ന് സംസാരിച്ചിട്ടുള്ള പേഴ്സണൽ റീഡിംഗ് ഒക്കെ എടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു എനർജി വളരെ കാര്യമായിട്ട് നിൽക്കുന്നുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ടവർ സിറ്റുവേഷൻ ഫേസ് ചെയ്ത ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ എടുക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ പുറമേ കാണുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആ ഒരു എനർജിയാണ്. ഇപ്പോൾ നോ കോൺടാക്റ്റിലുള്ളവരെന്ന് പറയുമ്പോഴത്തേക്കും അത്രയും കാര്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. ഇപ്പോൾ കോൺടാക്റ്റിലുള്ളവർ, മിങ്കിൾ ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ അവർ കാണിക്കുന്നത് അവരുടെ മനസ്സിലുള്ളത് തന്നെയാണ് അവർ കാണിക്കുന്നതെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് പുറമേ നിന്ന് ഐഡിയ കിട്ടും. ഇങ്ങനെയൊക്കെയാണല്ലോ പുറമേ കാണിക്കുന്നതെന്നുള്ളത്. ഈ നോ കോൺടാക്റ്റിലിരിക്കുന്ന ഒരു ഘട്ടം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അത്രയധികം അവരെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു നോ കോൺടാക്റ്റ് പീരീഡ് വന്നിട്ടും അത് വളരെ എന്താ പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തൊരു തകർച്ച, നല്ല രീതിയിലുള്ള ഒരു തകർച്ച ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഡിസ്ട്രക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഡിസ്ട്രക്ഷൻ എന്ത് കാരണം കൊണ്ടാണെന്നുണ്ടെങ്കിലും ഈ പേഴ്സൺ വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചത് നിങ്ങൾക്ക് ഭീകരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് തകർന്നു പോയപ്പോൾ. അതിനോടൊപ്പം ചിലപ്പോൾ നിങ്ങളും തകർന്നു പോയിട്ടുണ്ടാവും. അറിയില്ല, നിങ്ങളുടെ എനർജി നമ്മളിവിടെ എടുക്കുന്നില്ലല്ലോ. പക്ഷേ ഈ ഒരു പേഴ്സൺ, ഇനിയിപ്പോൾ അവർ കാരണമാണെന്നുണ്ടെങ്കിലും സിറ്റുവേഷൻ കാരണമാണെന്നുണ്ടെങ്കിലും മറ്റെന്താണെന്നുണ്ടെങ്കിലും അവർ ആ ഒരു സിറ്റുവേഷൻ വളരെ ശാന്തമായിട്ട്, അല്ലെങ്കിൽ ഇവർക്ക് ഇതിനകത്ത് വലിയ വിഷമമില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന തരത്തിൽ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചൂസ് ചെയ്ത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പോയതായിരിക്കാം. അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജി ഇവിടെ നമുക്ക് വളരെ കാര്യമായിട്ട് തന്നെ കയറി നിൽക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടവർ സിറ്റുവേഷന് ശേഷം ഈ ഒരു പേഴ്സൺ ഇവിടെ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകുന്നുണ്ട്. അതായത് അതിനകത്ത് ആ ഒരു വ്യക്തി പ്രതീക്ഷയോടെ നിന്നിട്ടുണ്ടെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിലും
നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകുന്ന ഒരു പ്രതീതിയാണ്. അതായത് ചിലപ്പോൾ ആ ഒരു സമയം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ. ഇനി ഈ ഒരു വ്യക്തി കാരണമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളതെങ്കിൽ പോലും നിങ്ങളോട് നമ്മൾ മുഖം തരാതെ കടന്നു പോകാന്ന് പറയില്ലേ, അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരിക്കും. കാരണം ഇവിടെ ഈ ഒരു പേഴ്സൺ ആ ഒരു സിറ്റുവേഷൻ നല്ല രീതിയിൽ ഫേസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അതിനുള്ളൊരു റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും തന്നിട്ടുണ്ടാവണമെന്നില്ല. ഇപ്പോൾ ചില ഒരു തകർച്ചയോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ ചിലവർ ഇല്ല ഞാനിനി ഈ ഒരു റിലേഷൻഷിപ്പിലില്ല, എല്ലാം ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ചിലരങ്ങനെയല്ല, ഒന്നും പറയാതെ ഒരു പിടിയും തരാതെ പോകും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. എന്താണ് ഇവർക്ക് പറ്റിയത്? അല്ലെങ്കിൽ എന്താണ് ഇവരെന്നെ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ? അങ്ങനെ ആകെ മൊത്തം ഒരു ഡബിൾ മൈൻഡ് വരും. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ക്ലാരിറ്റിയും തരാതെ ഇറങ്ങിപ്പോയതായിരിക്കാം. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ അത്രയും കമ്മിറ്റ്മെന്റിൽ പോയിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ വളരെ ഡീപ്പ് റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കാം. ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെയൊക്കെയുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ അതുപോലെയുള്ള അത്രയും സ്ട്രോങ് ആയിട്ട് ഒരു ഫൗണ്ടേഷൻ ഉണ്ടായ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഈ തകർന്ന് തരിപ്പണമായി പോയതും നിങ്ങളുടെ പേഴ്സൺ വളരെ കൂളായിട്ട് അത് ഓവർകം ചെയ്ത് പോയിട്ടുള്ളതും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, ഈ ഒരു ഫാമിലി പോലെ, അല്ലെങ്കിൽ ഇതൊരു ഫാമിലി തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി അറ്റാച്ച്മെൻ്റ് ഒക്കെയാണ് അത് കാണിക്കുന്നത്. അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിന്നാണ് ഈ ഒരു പേഴ്സൺ മുന്നോട്ട് പോയിട്ടുള്ളത്. ഒറ്റപ്പെട്ടാണ് പോകുന്നത്. കൂടെയുള്ള പാർട്ട്ണറോ അല്ലെങ്കിൽ മറ്റാരെയും കൊണ്ടുപോകാതെ അവർ ഒറ്റയ്ക്ക് അതിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരവസ്ഥയാണ്. അപ്പം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാര്യം തന്നെ അതാണ്. ഒരു ഒരു സ്ട്രഗിൾ വന്നു, അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പിടിച്ച് കുലുക്കുന്ന തരത്തിലുള്ള ചില ഇൻസിഡൻസ് ഉണ്ടായപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് എത്തരത്തിലുള്ളതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അത്രയും കാര്യമായിട്ട് പോയിരുന്നതാണല്ലോ എന്നുള്ളൊരു ചിന്തയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ആ ഒരു പേഴ്സൺ അതിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത്, അല്ലെങ്കിൽ ഈ ഒരു എനർജിയിലൂടെ പോയിട്ടുള്ള ആൾക്കാർക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അവരിൽ നിന്ന്, നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് റെസനേറ്റ് ആവുന്ന ആൾക്കാർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. കാരണം ഈ ഒരു പേഴ്സൺ ഇവിടെ നമുക്ക് കാണാം, ഇവിടെ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ട്, അതാണ് നേരത്തെ നമ്മളിവിടെ സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്ന് പറഞ്ഞത്, മറ്റൊരു കാര്യത്തിലേക്കാണ് പോയത്, അല്ലെങ്കിൽ വേറൊരാളുടെ കമ്മിറ്റ്മെൻറ്റിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുള്ളത് മറ്റൊരാളിലേക്ക് പോകാനാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ മറ്റൊരു പേഴ്സണോ അല്ലെങ്കിൽ മറ്റൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനോ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിർബന്ധപൂർവ്വമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ലൈഫിൽ അത് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം കണക്ട് ചെയ്ത് നോക്കിയാൽ മതി. ചിലർക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും അങ്ങനെ ഒന്ന് ഭാവനയിൽ ചിത്രീകരിച്ച് നോക്കും. ഇവിടെ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ കാണിച്ചിട്ടുള്ള എനർജീസ് ആണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഇൻസിഡൻറ്റ് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുള്ളതായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കത് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പറഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ ഒരു എനർജിയിൽ, ഈ ഒരു കാർഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, 2 പേരുണ്ട്. അതിൽ നിന്ന് ഒരാളെയാണ് ചൂസ് ചെയ്യുന്നത്. മറ്റൊരാൾ കാഴ്ചക്കാരനെ പോലെ നോക്കി നിൽക്കുന്നു, അല്ലെങ്കിൽ കാഴ്ചക്കാരിയെ പോലെ നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തു. വളരെ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായ ഒരു സ്ഥലമാണ് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് പ്രശ്നം എന്തോ ആയിക്കോട്ടെ, നമുക്കിവിടെ കണ്ടു ടവർ സിറ്റുവേഷൻ ആണെന്നുള്ളത്. എന്ത് ഭീകര പ്രശ്നമാണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് വേറൊരു സ്ഥലത്ത് പോയിട്ട് കമ്മിറ്റ്മെൻറ്റ് കൊടുത്ത ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു വ്യക്തി ചീറ്റ് ചെയ്തു എന്നുള്ളത് തന്നെ നിങ്ങൾ വിശ്വസിക്കുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. കാരണം നമ്മളിവിടെ കണ്ടതുപോലെ അത്രയും സ്ട്രോങ് ആയിട്ട് നിന്നൊരു സംഭവത്തിൻ്റെ ഒരു അടിത്തറ ഇളകിപ്പോയി, അല്ലാന്നുണ്ടെങ്കിൽ വളരെ ഭീകരമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതിൽ നിന്ന് ഇറങ്ങി മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ്. മറ്റൊരു സ്ഥലത്ത് പോയിട്ട് കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഒരു വ്യക്തി എന്നെ ചീറ്റ് ചെയ്തു, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തന്ന വാക്കുകൾ മുഴുവൻ കപടമായിരുന്നു എന്ന് ചിന്തിക്കുന്നതിൽ യാതൊരു തെറ്റും നമുക്ക് പറയാനായിട്ടില്ല. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ പറഞ്ഞ ഇൻസിഡൻസ് ഒക്കെ നടന്നിട്ട് ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഈ പറഞ്ഞ കാര്യങ്ങളായിരിക്കാം നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനി വേറെ ചില ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതോടുകൂടി തകർന്ന് തരിപ്പണമായിപ്പോവും. റിലേഷൻഷിപ്പിനകത്ത് ഡിസ്ട്രക്ഷൻ സംഭവിച്ചതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിന് സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ എനർജി നമ്മളിവിടെ എടുക്കാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല. എങ്കിലും നമ്മളുടെ അടുത്ത് വളരെ സ്നേഹത്തോടെ, അല്ലെങ്കിൽ നമുക്ക് വലിയ കമ്മിറ്റ്മെൻ്റ് ഒക്കെ തന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ ഒരു പതനഘട്ടം എത്തിയപ്പോൾ മറ്റൊരു കാര്യത്തിലേക്ക് പോയി എന്ന് പറയുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ പറഞ്ഞതുപോലെ കുറച്ചധികം നാളുകളായിട്ട് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ കറൻറ്റ്ലി നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് സൈൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവാം. അതായത് ഇപ്പോൾ നോ കോൺടാക്റ്റ് ആണ്, അല്ലെങ്കിൽ മാറി നിന്നിരുന്ന ഒരു വ്യക്തിയാണ്, നമ്മളിവിടെ കണ്ടതുപോലെ ചിലപ്പോൾ ഒന്നും പറയാതെ പോയതായിരിക്കാം.
എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇവരിപ്പോൾ തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അന്ന് അങ്ങനെ പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് അറ്റാച്ച്മെൻറ്റുമായിട്ട് കാണിക്കുന്നില്ലേ എന്നുള്ളൊരു തോന്നൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അതൊരു പക്ഷേ ഇപ്പോൾ ബ്ലോക്കൊക്കെ ചെയ്ത് പോയൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവരെ ബ്ലോക്കെല്ലാം മാറ്റി ചിലപ്പോൾ ചിലവരാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം, ചിലവർ അങ്ങനെ ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ച പണി 18 കൊടുക്കും. അത് ചിലപ്പോൾ നമ്മുടെ സ്റ്റേറ്റസ് വന്ന് നോക്കിയിട്ട് പോകുന്നതായിരിക്കാം. നമുക്ക് ഡയറക്റ്റ്ലി ചിലപ്പോൾ കോൺവെർസേഷൻ ഒന്നും ഉണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടിട്ട് ഡിലീറ്റ് ചെയ്ത് കളയുന്ന ആൾക്കാരുണ്ട്. അതായത് ഒന്ന് നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന പണിയാണ്. കാരണം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ നേരത്തെ ചൂസ് ചെയ്ത ആ ഒരു കാര്യം എന്താണോ, അല്ലെങ്കിൽ അവർ എന്ത് എന്ത് കാര്യം കൊണ്ടാണെങ്കിലും മറ്റൊരു സ്ഥലത്ത് കമ്മിറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വരാനുള്ള ഒരു നല്ല താല്പര്യം ഈ ഒരു പേഴ്സൺ ഉണ്ട്. അല്ലെങ്കിൽ കാലം കടന്നു പോയപ്പോൾ ആൾക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമുക്കിവിടെ കാണാം. ഇതാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡെസ്റ്റിനി എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ആളുടെ പ്രയോറിറ്റിക്ക് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് പ്രയോറിറ്റി എന്ന് പറഞ്ഞ് പോയിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രയോറിറ്റിക്ക് കുറച്ച് ആ ഒരു ഡെസ്റ്റിനി വരുത്തിയ മാറ്റമായിരിക്കാം, ആ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള മാറ്റമായിരിക്കാം, ആ ഒരു പേഴ്സണ് ചിലപ്പോൾ അവരുടെ അനുഭവത്തിലൂടെ ഉണ്ടായ മാറ്റം ആയിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു മാറ്റം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ചിലവർക്കാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഈ ഒരു പേഴ്സണ് എന്തൊക്കെയോ ഒരു മാറ്റം വന്നിട്ടുണ്ട്, വീണ്ടും അടുത്ത് വരാനായിട്ടുള്ള ഒരു ആക്കം കൂട്ടുന്നുണ്ട്. ഇനി ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞ കാര്യങ്ങളായിരിക്കണം എന്നില്ല. നമ്മൾ ഈ ഗ്രീനർ സൈഡ് കണ്ട് പോകുന്ന ആൾക്കാരും ഉണ്ട്. അതായത് അപ്പുറത്താണ് കൂടുതൽ സേഫ്, അല്ലെങ്കിൽ ആ ഒരു അക്കരെ പച്ച കണ്ട് പോവാന്ന് പറയില്ലേ, എന്ന രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് ഉള്ളപ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയായിട്ട് വളരെയധികം കമ്മിറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും സിറ്റുവേഷൻ ഡിഫറൻ്റ് ആയിരിക്കാം. എന്തായാലും ഇവിടെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളതായിട്ട് തന്നെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ന്യൂ ബിഗിനിങ്ങിനായിട്ട് തയ്യാറെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ എവിടെ നിന്നാണോ ഇറങ്ങിപ്പോയത് ആ ഒരു സ്ഥലത്തേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. നമ്മൾ ഇവിടെ നേരത്തെ കണ്ടതുപോലെ ആ ഒരു പ്രയോറിറ്റി കൊടുത്തത് തേർഡ് പാർട്ടിക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ പോയത് എവിടെയാണോ, അല്ലെങ്കിൽ ആരുടെ ഒപ്പമാണോ എവിടെയാണോ കമ്മിറ്റ്മെന്റ് കൊടുത്തത് അത് നിങ്ങളുടെ തേർഡ് പാർട്ടിയാണ്. അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെക്കാളും താല്പര്യം ഇപ്പോൾ നിങ്ങളോട് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിലേക്ക് വരാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അവരുടെ പുറമേ ഉള്ള ഒരു കാര്യങ്ങൾ എടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കും ചിലപ്പോൾ മനസ്സിലാകുന്ന തരത്തിലുള്ള ചില സിമ്പിൾസ്, ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ ഈ ഒരു പേഴ്സന്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ടാവാം. ചിലപ്പോൾ കുറച്ച് പേർക്കെങ്കിലും, ഒരുപാട് പേർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയില്ല, ഇതുപോലെ മറ്റൊരു കാര്യത്തിലേക്ക് പോയിട്ട് അവിടെ നിന്ന് പതിയെ നിങ്ങളിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോൺടാക്ട് എന്നുള്ള രൂപത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങളോട് സംസാരിക്കാനൊക്കെ ശ്രമിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കാം. ചിലവർക്ക് അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ഈ പറഞ്ഞതുപോലെയുള്ള ഒരു നോട്ടീസ് ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കാം ഈ ഒരു പേഴ്സൺ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമുക്കിതാണ് പുറമേ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്, അല്ലെങ്കിൽ പുറമേ കാണിക്കുന്നതായിട്ട് കാണുന്നത്. ഇനി അവരുടെ ഉള്ളിലിരിപ്പ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ചാരിയറ്റ് വന്നിട്ടുണ്ട്, 2 ഓഫ് wands, Ace of Pentacles, 8 of Cups, 10 of Cups, Queen of Cups, the Fool, Six of Swords, Knight of Pentacles, Ace of Cups, 7 of Cups, High Priestess, Queen of Wands, 3 of Pentacles and the Star. അപ്പോൾ നമ്മൾ ഇവരുടെ ഒരു മനസ്സിലിരിപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
നമ്മൾ നേരത്തെ പറഞ്ഞു, പുറമേ നിന്ന് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. ഇവർക്കിപ്പോൾ ഒരു ചായ്വ് നിങ്ങളോടുണ്ട്, അല്ലെങ്കിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കുറേ പേർക്ക് ഈ ഒരു പേഴ്സണിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഗട്ട് ഫീലിംഗ് പറഞ്ഞിട്ടുണ്ടാവാം. ഈ ഒരു പേഴ്സൺ ഇപ്പോൾ എന്നെ ആഗ്രഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത്. അപ്പം അത് നമുക്ക് ഇവിടെയും നല്ലതുപോലെ റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് മടങ്ങി വരിക എന്നുള്ളത് ഇവരുടെ ഒരു ഡിറ്റർമിനേഷനായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതായത് അവർ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഈ ഒരു പേഴ്സൺ സ്വന്തമായിട്ട് വളരെയധികം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് മടങ്ങി വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിനകത്ത് ഈ വ്യക്തി കാൽക്കുലേഷൻ നടത്തുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഈ ഒരു പേഴ്സൺ മിസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഭയങ്കരമായിട്ടുള്ളൊരു ഇൻറ്റൻസ് അട്രാക്ഷൻ നമുക്ക് കാണാം. അത് ഇമോഷണലി ആണെന്നുണ്ടെങ്കിൽ ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലൊക്കെ ഒരു ഡീപ്പ് അട്രാക്ഷൻ നിങ്ങളോട് തോന്നുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഭയങ്കരമായിട്ടുള്ളൊരു എനർജി നിങ്ങളിൽ നിന്ന് ഈ ഒരു പേഴ്സൺ അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു എനർജിയിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നു എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. വളരെയധികം അവർ അട്രാക്റ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാനുള്ള വഴികൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പേഴ്സൺ. ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം, 2 ഓഫ് വൺസ് പ്ലാനിങ് ആണ്. ആഹ് വളരെ കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ട്, ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിലും ഏത് വഴി തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു ആശങ്ക ഈ ഒരു പേഴ്സണുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പുറമേ നിന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എങ്ങനെയാണ് ഇപ്പോൾ പുറമേ പെരുമാറുന്നത് എന്നുള്ളൊരു കാര്യം നമ്മളവിടെ നോക്കിയപ്പോൾ നമുക്ക് അവിടെ കണ്ടതാണ്. അവർ നിങ്ങളുടെ ശ്രദ്ധ കിട്ടാനായിട്ട്, അല്ലെങ്കിൽ വീണ്ടും വരാനായിട്ട് ആകർഷിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ. ഇവിടെയും നമുക്കത് കാണാം. ആ ഒരു ഈസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ആ ഒരു ന്യൂ ബിഗിനിങ് ആണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. വളരെ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് തന്നെ തന്ന് വരണം എന്നുള്ളൊരു എനർജിയാണ്. അതില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കമ്മിറ്റ്മെന്റോട് കൂടി വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓഫർ തന്ന്, അല്ലെങ്കിൽ നിങ്ങളെ വളരെ സന്തോഷിപ്പിച്ചുകൊണ്ട് വരാൻ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. പക്ഷേ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഒരു നിലവിലുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് പുറത്തേക്ക് കടന്നു കഴിഞ്ഞാലേ അങ്ങനെ വരാൻ കഴിയൂ എന്നുള്ള ഒരു ചിന്ത ഈ ഒരു പേഴ്സൺ ഉണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു 8 ഓഫ് കപ്സ് എനർജി, 6 ഓഫ് സോഡ്സ് എനർജി ഒക്കെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ചില കാര്യങ്ങൾ നിന്ന് നമ്മൾ പുറത്തേക്ക് വരിക, അല്ലാന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമ്മളവിടെ എന്താ പറയുക, അവിടെ തന്നെ അവസാനിപ്പിച്ചിട്ട് മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റൊരു ചില കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ആ ഒരു എനർജി ഇവിടെ നമുക്ക് കാണാം. ഈ ഒരു പേഴ്സൺ അത് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. അപ്പോൾ കറൻ്റ്ലിയും ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിലവിലുണ്ട്, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് അറ്റാച്ച്മെന്റ് ഉള്ള പേഴ്സൺ തന്നെയാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 10 ഓഫ് കപ്സ് എനർജി, അതുപോലെ തന്നെ ക്യൂൻ ഓഫ് കപ്സ് എനർജി ആയിക്കോട്ടെ, ഈസ് ഓഫ് കപ്സ് എനർജി ആയിക്കോട്ടെ, ഇമോഷണലി ഒക്കെ വളരെയധികം താല്പര്യം നിങ്ങളോട് തോന്നുന്നുണ്ട്. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടാവാം, നിങ്ങളുടെ നല്ല മെമ്മറീസ് ഈ ഒരു പേഴ്സൺ ഓർക്കുന്നുണ്ടാവാം. നമ്മൾ അകന്നിരിക്കുമ്പോഴത്തേക്കും എന്താ പറയുക, കൂടുതലായിട്ട് മിസ് ചെയ്യുക എന്ന് പറയില്ലേ. ചിലപ്പോൾ ഒരുമിച്ചുണ്ടാവുന്ന സമയത്ത് അത്രയും നമ്മളെ മിസ് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു ശല്യമായിട്ടൊക്കെ മാറുന്ന ആൾക്കാർ കുറച്ച് നാൾ അകന്ന് നിന്ന് കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ചിലപ്പോൾ പല ഇൻസിഡൻസ് സംഭവിക്കുമ്പോഴായിരിക്കാം, അപ്പോൾ അവർക്ക് നമ്മൾ അന്ന് നമ്മൾ കാണിച്ച പല കാര്യങ്ങളും ദേഷ്യമാണ്, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ആണെന്ന് പറഞ്ഞ വ്യക്തികൾ മാറി നിൽക്കുമ്പോൾ അത് എൻജോയ് ചെയ്യുന്നതായിട്ട് കാണും. ചിലപ്പോൾ അതുപോലെയുള്ള അവസ്ഥയായിരിക്കും. ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അതായത് അങ്ങനെയുള്ള ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ നിങ്ങളിൽ നിന്ന് മാറിപ്പോയ, അല്ലെങ്കിൽ മറ്റൊരു കാര്യം സ്വീകരിച്ച ഒരു വ്യക്തിയാവുമ്പോൾ തന്നെ ഇനിയും ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായാലോ എന്നുള്ളൊരു ഭയം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെ സന്തോഷത്തോടു കൂടി, അല്ലെങ്കിൽ വളരെ ഹാപ്പി ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് തന്ന് കൊണ്ടുവരണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നത് ചിലപ്പോൾ അതും കൂടി കൊണ്ടായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും കറന്റ് അവരിപ്പോൾ അവരുടെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഇഷ്ടം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് വീണ്ടും റീകൺസിൽ ആവുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് വന്നിട്ടുള്ള ആ ഒരു ചാരിയറ്റ് എനർജി അതിൻ്റെ ഒരു സിമ്പൽ തന്നെയാണ്. കാരണം അവർ വളരെ ഡിറ്റർമിൻഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളെയാണ്. അപ്പോൾ അവിടെ തേർഡ് പാർട്ടിയോ മറ്റേ എക്സോർവൈ ആരെയും അവർ മൈൻഡ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ അവർക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെന്നുള്ള ഒരു ചിന്തയും കാര്യങ്ങളൊന്നും ആ ഒരു പേഴ്സൺ ഇല്ല. ഇവിടെ നമുക്ക് കാണാം ഒരു ഫുൾ എനർജിയാണ്. ഫുൾ ഫ്രീ ആയിട്ട് ആണ് ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അവരിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളിൽ പെട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അതൊന്നും കുഴപ്പമില്ല, എനിക്ക് ഇത് തന്നെ വേണം എന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് ഈ ഒരു പേഴ്സണിൽ കാണാം. ഇനിയിപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ക്യാരക്ടറിലും ചിലപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള വ്യക്തികളും ഉണ്ടാവാറുണ്ട്. അതായത് ഇവിടെ നിൽക്കുമ്പോൾ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ള പേഴ്സൺസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഫീലിങ്സ് വൈസ് ആണെന്നുണ്ടെങ്കിൽ, ഇമോഷണലി അല്ലാന്നുണ്ടെങ്കിൽ മെൻ്റലി ഫിസിക്കലി ഒക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ്. പക്ഷേ നമ്മളിവിടെ നോക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ചുള്ള ഒരു ആശങ്ക ഈ ഒരു പേഴ്സൺ ഉണ്ട്.
ഏത് രീതിയിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളൊരു ആശങ്കയുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ഇപ്പോഴത്തെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് തിരിച്ച് ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് തിരിച്ചു പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിനകത്ത് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യം അവർക്കറിയാം. അപ്പം നമ്മളിവിടെ കറൻറ്റ്ലി നോക്കുമ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് വരണം, അല്ലെങ്കിൽ അത് ലീവ് ചെയ്യുന്നതിൽ ഈ ഒരു പേഴ്സണ് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പം നമ്മളിവിടെ ഈ ഒരു എനർജി നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം. ഒരു വ്യക്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ മുഖത്ത് അതിൻ്റേതായിട്ടുള്ള ഒരു വിഷമമോ കാര്യങ്ങളോ ഒന്നുമില്ല. അല്ലെങ്കിൽ അത് പോകുന്നതിൽ വലിയ സങ്കടവും ഇല്ല. അപ്പം അങ്ങനെയുള്ളൊരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന പോലെ ഈ ഒരു 6 ഓഫ് സോർഡിന് ശേഷം വന്നിട്ടുള്ള ആ ഒരു നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്ലോ മൂവ്മെൻറ്റോടുകൂടി ഇത് നടക്കൂ എന്നുള്ളത് ഈ ഒരു പേഴ്സൺ അറിയാം. അല്ലെങ്കിൽ തേർഡ് പാർട്ടിയിൽ നിന്ന് പുറത്ത് കിടക്കുക, തേർഡ് പാർട്ടി എനർജിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോരുക എന്ന് പറയുന്നത് വളരെ സാവധാനം മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളൊരു തിരിച്ചറിവുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് വിട്ടുപോരുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ, എന്നാലും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഫൈനലി വന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും ആ ഒരു 3 ഓഫ് പെൻറ്റക്കിൾസ് എനർജി, അതുപോലെ സ്റ്റാർ എനർജിയൊക്കെയാണ്. സ്ട്രോങ് റീകൺസിലേഷൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടത്തിയെടുക്കാം എന്നുള്ളൊരു ചിന്താഗതി, ഒരു കോൺഫിഡൻസ് ഈ ഒരു പേഴ്സൺ ഉണ്ട്. അതില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ നിങ്ങളുടെ ക്യാരക്ടർ നല്ലതുപോലെ അറിയുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്ത് പറഞ്ഞാലാണ് നിങ്ങളെ വീഴ്ത്താൻ പറ്റുക? അല്ലാന്നുണ്ടെങ്കിൽ ചിലർ പറയില്ലേ, ഞാനൊന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവൾക്ക് എന്നോടുള്ള എല്ലാ പരിഭവവും പോകും, അല്ലെങ്കിൽ അവൻ എന്നോടുള്ള എല്ലാ പരിഭവവും പോകുന്ന പറയുന്ന ആൾക്കാരുണ്ട്. അതായത് പാർട്ട്ണറെക്കുറിച്ച് അവർക്കറിയാം എന്നോട് ഒരുപാട് സ്നേഹമുള്ള വ്യക്തിയാണ്, അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എന്നെ മനസ്സിലാക്കുന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ കാര്യത്തിൽ ഈ ഒരു പേഴ്സൺ വളരെയധികം കോൺഫിഡൻ്റ് ആണ്. അവർക്കൊരു ഗട്ട് ഫീലിംഗ് ഉണ്ട്, അവർക്ക് ഓക്കെ ആക്കി എടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ തേർഡ് പാർട്ടി കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആയി പോകണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിവിടെ നടന്നിട്ടില്ല, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണ് തേർഡ് പാർട്ടിയെ പെട്ടെന്ന് പറഞ്ഞു വിട്ട് ഇത് ഓക്കെ ആക്കാൻ പറ്റും എന്ന് ചിന്തിക്കാത്തൊരു വ്യക്തിയും കൂടിയാണ്. അതിനേക്കാൾ എളുപ്പം ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ ഉണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ എന്താണെന്നുണ്ടെങ്കിലും അവരോട് വലിയൊരു കമ്മിറ്റ്മെന്റ് ഇല്ല എന്നുള്ളത് കാണാം. അതായത് മാനസികമായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് അവിടെ ഇല്ല, പിന്നെ നിലനിൽപ്പിന് വേണ്ടി നിന്ന് പോകുന്നെങ്കിലേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ ഉണ്ടായാലും ഇല്ലെങ്കിലും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. തേർഡ് പാർട്ടിയൊക്കെ പോകാനായിട്ട് കുറച്ച് സമയം എടുക്കും എന്നുള്ളതും ഈ പേഴ്സൺ അറിയാം. ഇപ്പോൾ നമ്മൾ ഓവറോളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ മനസ്സിലിരിപ്പെന്ന് പറയുന്നത് അവരായിട്ട് ഉപേക്ഷിച്ച് പോകുന്നതാണ് നിങ്ങൾ, അല്ലെങ്കിൽ അവരായിട്ട് മാറി നിന്നാണ്. അതിലേക്ക് ഇവർക്ക് തന്നെ തിരിച്ചു വരണം, അല്ലെങ്കിൽ വളരെ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തന്ന് നിങ്ങൾ ഒരിക്കലും ഒരു നോ പറയാത്ത രീതിയിലേക്ക് ഇതിലേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും പുറത്ത് കിടക്കാനോ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടല്ല ഈ ഒരു പേഴ്സൺ എഫേർട്ട് എടുക്കുന്നത്. റിലേഷൻഷിപ്പ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനാണ്. കാരണം അവർക്ക് നിങ്ങളോട് അത്രമേൽ ഒരു അട്രാക്ഷൻ, സ്നേഹമൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേഴ്സണും കൂടി വേണ്ടിയിട്ടാണ്, അവരുടെ ഒരു ആവശ്യമായിട്ടാണ് അവരിതിപ്പോൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇതിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയാണ്, അല്ലെങ്കിൽ അതാണ് അവരുടെ ഒരു മനസ്സിൽ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന അതാണ്. അവർ വിചാരിക്കുന്ന കാര്യം നടത്തിയെടുക്കാൻ കഴിയും എന്നുള്ളൊരു ഗട്ട് ഫീലിങ്ങും കൂടിയുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 2, നമ്പർ 6, നമ്പർ 7, നമ്പർ 8, നമ്പർ 10, നമ്പർ 16 ആൻഡ് നമ്പർ 18. അതുപോലെ ഇവിടെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയാക് സൈൻസ് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജീസ് ഉണ്ട്. അതിൽ സ്കോർപ്പിയോ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ ഏരീസ് എനർജി വന്നിട്ടുണ്ട്, കാപ്രിക്കോൺ എനർജി വന്നിട്ടുണ്ട്, സ്ട്രോങ് അക്വേറിയസ് ആൻഡ് ജെമിനി എനർജീസ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ നമ്മൾ നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളതൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ കുറേ പേർക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവാം. ഈ ഒരു പേഴ്സൺ തിരിച്ചു വന്നാലും വിശ്വസിക്കാൻ പ്രയാസമുള്ളവരുണ്ടാവാം. ചിലരാണെന്നുണ്ടെങ്കിൽ ഇനി എനിക്ക് വേണ്ട, ഒരു പ്രാവശ്യം ഞാൻ ഒരുപാട് സഹിച്ചതാണ്, ഇനി വേണ്ട എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. ചിലർ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ കാത്തിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ കൂടി ക്ലെയിം ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.